ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ പ്രൊമോ എപ്പിസോഡിലേക്ക് സ്വാഗതം. അടുത്ത ആഴ്ച വരാൻ പോകുന്ന വിശേഷങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിലൂടെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇനി മുതൽ സാന്ത്വനം 2 എപ്പിസോഡും കൂടെ നമ്മൾ അന്നുള്ള എപ്പിസോഡ് കൂടെ അപ്ലോഡ് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട, ചെമ്പനീർ പൂവിൻ്റെ അപ്കമിങ് എപ്പിസോഡ് നമ്മുടെ ചാനലിലൂടെ കേൾക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞ ഒരു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ കമൻറ്റ് ഒരു 10 എണ്ണം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. അപ്പോൾ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് ഷാരിയാണ്. അപ്പോൾ ഷാരിയാണെങ്കിൽ മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ള വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഷാരിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കിരണും കല്യാണിയും പറഞ്ഞ വാക്കുകളാണ്. അതെ, നിങ്ങളുടെ മകളാണ് അവളെന്ന് തെളിയുകയാണെങ്കിൽ ഞാനും കിരണേട്ടനും തമ്മിൽ ഇനി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷേ അതല്ല എന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിങ്ങനെ പറയുന്നത് മുതലായിട്ടുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നു. മാത്രമല്ല, എലിസബത്ത് ഡോക്ടർ പറഞ്ഞതും നീ ആരെക്കൊണ്ട് വേണമെങ്കിലും ഈ ഒരു മുടിനാര കൊണ്ടുപോയി പരിശോധിപ്പിക്കാം, പക്ഷേ അവരെല്ലാവരും ഞാൻ ഈ പറഞ്ഞ റിസൾട്ട് തന്നെയായിരിക്കും പറയുന്നത്. കാരണം ഇത്രയും കാലമായിട്ട് എൻ്റെ പ്രൊഫഷനിൽ ഞാനൊരു മായവും ചേർത്തിട്ടില്ല എന്ന് എലിസബത്ത് ഡോക്ടർ ഷാരിയോട് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആകെ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ഷാരിക്കാരെയാണ്. ഈ സമയത്താണ് അവിടേക്ക് സരയു കടന്നു വരുന്നത് കേട്ടോ. അപ്പോൾ സരയു വന്നതിന് ശേഷം അമ്മയോട് ചോദിക്കണം, അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത്? കുറച്ച് ദിവസമായി ഞാൻ അമ്മേനെ ശ്രദ്ധിക്കുന്നു. അമ്മയ്ക്ക് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ. പണ്ടൊക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അമ്മ എന്നോട് പറയുമായിരുന്നു. എന്താ അമ്മയ്ക്ക് എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അമ്മയുടെ ജീവിതത്തിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഷാരി വേഗം തന്നെ പറയുകയാണ്, മോളെ അങ്ങനെയൊന്നുമില്ല. ആ മോളെന്തിനാണ് അങ്ങനെ കൂടുതലായിട്ടൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത്? അതൊന്നുമല്ല അമ്മയ്ക്ക് മറ്റു പല കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് അമ്മ ഇങ്ങനെ വിഷമിച്ചു പോയത്. അല്ലാതെ നീ കരുതുന്നത് പോലെ നിന്നെ ബാധിക്കുന്ന ഒരു വിഷയവും അമ്മ മോളോട് മറച്ചു വെച്ചിട്ടില്ല. മോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും സരയു പറയാണ്, അമ്മ എന്ത് തന്നെ ഉണ്ടെങ്കിലും അമ്മയ്ക്ക് എന്നോട് തുറന്നു പറയാം. അമ്മയ്ക്ക് അറിയാലോ പെട്ടെന്നൊന്നും ഞാൻ തളർന്നു പോയില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ എൻ്റെ അടുത്തൊന്നും ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഷാരി പറയണം, മോളെ നീ എഴുതാപ്പുറം വായിക്കില്ലേ? അങ്ങനെ ഒരു സംഭവവും ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയൂലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡോക്ടറില്ലേ, രണ്ടാമത് ഇവർ റിസൾട്ട് ചെക്ക് ചെയ്യാൻ കൊടുത്ത ആ ഡോക്ടർ നമ്മുടെ ഷാരിനെ വിളിക്കുകയാണ്. ഷാരി വളരെ ഭയത്തോടു കൂടിയാണ് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നത്. കോൾ അറ്റൻഡ് ചെയ്തതും ഡോക്ടർ ഷാരിയോട് പറയാണ്, മാഡം നിങ്ങൾ തന്ന ആ ഒരു റിസൾട്ടില്ലേ അതായിട്ടുണ്ട്. എന്തായാലും ഡയറക്റ്റ് വരികയാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് തരാമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ഷാരി പറയാണ്, അതിനെന്താ സാർ, ഞാൻ ഉറപ്പായിട്ടും ഡയറക്റ്റ് വരാം. നമ്മൾ അന്ന് മീറ്റ് ചെയ്താൽ അവിടെ തന്നെ മതി എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഈ ഡോക്ടർ പറയാണ്, ശരി മാം, ഞാൻ അവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയാൻ കേട്ടോ. അടുത്ത സീനിൽ ഷാരി ആണെങ്കിൽ ചാടി പിടിച്ച് പോകാനായിട്ടുള്ള ഒരുക്കത്തിൽ മനസ്സൊക്കെ നൊന്താണ് ഷാരി ഇറങ്ങുന്നത്. ആ സമയത്താണ് സരയു വരുന്നത്. അല്ലമ്മേ, അമ്മ ഇത് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഷാരി വേഗം തന്നെ, അത് പിന്നെ മോളെ, ഞാൻ ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഷാരി ചോദിക്കുകയാണ്, അല്ല ആ റെക്കോർഡർ എവിടെയാണ് വെച്ചതെന്നുള്ളത് അമ്മയ്ക്ക് ഓർമ്മ വന്നോന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഷാരി പറയാണ്, അതെ ആ റെക്കോർഡർ എവിടെ വെച്ചെന്നുള്ളത് അമ്മയ്ക്ക് ഓർമ്മ വന്നു, അമ്മ പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് പറയാണ്. അപ്പോഴേക്കും സരയു ചോദിക്കുകയാണ്, അല്ലമ്മേ ഞാനും കൂടെ വരാം എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഷാരി പറയാണ്, വേണ്ട മോള് വരണ്ട, മോൾ ഈ അവസ്ഥയിൽ അങ്ങോട്ട് വന്നാൽ അവർക്ക് സംശയമാവും, അതുകൊണ്ട് മോള് ഇവിടെ ഇരുന്നോ, അമ്മ വേഗം പോയി എടുത്തിട്ട് വരാട്ടോ എന്ന് പറയാണ്. അങ്ങനെ ചാടിപ്പിടിച്ച് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡോക്ടർ ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അവിടേക്ക് നമ്മുടെ ഷാരിയും വന്നെത്തുകയാണ് കേട്ടോ. ഷാരിയെ കണ്ടതും വരും മാഡം എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഷാരി ചോദിക്കുകയാണ്, ഡോക്ടറെ റിസൾട്ടൊക്കെ വന്നൂലേ? റിസൾട്ടൊക്കെ വന്നു. ഡോക്ടർ അത് അമ്മയും മോളും തന്നെയാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇവരിങ്ങനെ വെപ്രാളപ്പെടുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ ചോദിക്കുകയാണ്, അല്ല മാഡം, നിങ്ങളുടെ സുഹൃത്തിൻ്റെ മകളുടെയും സുഹൃത്തിൻ്റെയും അല്ലേ ഈ തലനാരിഴ? അപ്പോൾ പിന്നെ നിങ്ങളെന്തിനും ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഷാരി പറയണം, അത് പിന്നെ അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോളുടെയും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെയാണ് ഞാൻ തലനാരിഴ നിങ്ങൾക്ക് തന്നത്, അതുകൊണ്ട് എനിക്ക് ഇത്രയധികം വെപ്രാളം. അത് അവരമ്മയും മോളും തന്നെയല്ലേ ഡോക്ടറെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ പറയണം, സോറി മാം, അവരമ്മയും മോളും അല്ല, അവർ രണ്ടുപേരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടതും ഷാരി ആകെ തളർന്നു പോവുകയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഷാരിയും മനസ്സുടഞ്ഞിരിക്കുന്ന സമയത്ത് ഡോക്ടർ ചോദിക്കണം, അല്ല മാമിന് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഷാരി ചോദിക്കണം, ഒന്നുമില്ല ഡോക്ടർ, ഞാൻ കുറച്ചുകൂടെ പൈസ തരാം, എന്നിട്ട് ഡോക്ടർ എനിക്കൊരു ഹെൽപ്പ് കൂടെ ചെയ്തു തരണം. ഞാൻ മറ്റൊരു
മറ്റൊരു നാരിയുടെ കൂടെ കൊണ്ടുവരാം, അത് വെച്ചിട്ട് അവർ അമ്മയും മകളും ആണോ എന്നൊന്ന് കൺഫേം ചെയ്യാമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ പറയാണ് ഓക്കെ അത് ഞാൻ ചെയ്തു തരാമെന്ന് പറയാണ്. അങ്ങനെ ഷാരിയും ഡോക്ടറും പിരിയാണ് കേട്ടോ. അതിനുശേഷം ഷാരി വേഗം തന്നെ താരയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് താരയുടെ അടുത്ത് താര സുഖല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊച്ചു വിശേഷമൊക്കെ ചോദിച്ച് താരയുടെ അടുത്ത് അങ്ങ് ഒട്ടിച്ചേരുകയാണ് കേട്ടോ. എന്നിട്ട് താരയുടെ അടുത്തുനിന്ന് ഒരു മുടിനാരിട ഷാരി സംഘടിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ മുടിനാരിയുമായിട്ട് ഷാരി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ ഷാരി ഡോക്ടറോട് പറയാണ് ഞാൻ നേരത്തെ തന്ന നാരിഴ ഉണ്ടല്ലോ ആ പെൺകുട്ടിയുടെ, അതും ഇതും കൂടെ ഒന്ന് മാച്ച് ആവണമെന്ന് നോക്കാൻ പറയാണ്. ശരിയെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ഷാരി തിരികെ വരികയാണ്. അതിനുശേഷം പിറ്റേ ദിവസം ഡോക്ടർ വിളിക്കുകയാണ്. മാഡം ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഷാരി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഷാരിയുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സരയുവിനൊരു ഡൗട്ട് തോന്നുകയാണ്. അല്ല ഇതിപ്പോൾ കുറേ ദിവസമായല്ലോ അമ്മ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടുന്നത്, എന്ത് തന്നെയാണെങ്കിലും എന്നോട് എന്തോ മറച്ചു വെക്കുന്നുണ്ട്, അത് ഉറപ്പ് തന്നെയാണ്. ഇനി അമ്മ ഇതുപോലെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനും പുറകെ പോവും, എന്താണെന്നുള്ളത് അറിയണം എന്ന് പറയാണ്. അങ്ങനെ ഷാരി ചെന്ന് ആ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് ഇപ്പം തന്ന മുടിനാരിഴയും ആ പെൺകുട്ടിയുടെ മുടിനാരിഴയും കൂടെ വെച്ച് നോക്കുമ്പോൾ അവരാണ് അമ്മയും മകളും യഥാർത്ഥത്തിൽ എന്ന് പറയാണ്. ഇത് കേട്ടതും ഷാരി ഒന്നും കൂടെ തകർന്നു പോവുകയാണ് കേട്ടോ. ശരി ഡോക്ടറെ എന്ന് പറഞ്ഞുകൊണ്ട് ഷാരിയും ഡോക്ടറും പിരിയാണ്. അതിനുശേഷം ഷാരി ആണെങ്കിൽ അലറിക്കരയാണ്. ഇത്രയും നാളുണ്ടായിരുന്ന ആ വിഷമവും വേദനയും എല്ലാം കൊണ്ടും ഷാരി അലറിക്കരയാണ്. അതിനുശേഷം ആ പകയോടുകൂടി തന്നെ വീട്ടിലേക്ക് കടന്നില്ലാണ് കേട്ടോ. ആ സമയത്ത് സരയുവാണ് ഫ്രണ്ടിലേക്ക് വരുന്നത്. അല്ല അമ്മ എവിടെ പോയതാന്ന് ചോദിക്കുകയാണ്. ചോദിച്ചതും സരയുവിനോട് എടുത്ത വഴിക്ക് ഷാരി പറയണത് ഇനി മേലാൽ നീ എൻ്റെ അമ്മയെന്ന് വിളിച്ചു പോരുത്, ഞാൻ നിൻ്റെ അമ്മയല്ല, നിനക്ക് എൻ്റെ ഭർത്താവും മറ്റൊരു സ്ത്രീയിലും ഉണ്ടായ അവിഹിതമാണ് നീ, അവിഹിത ഗർഭത്തിൻ്റെ ഫലമാണ് നീ, അല്ലാതെ ഞാൻ നിൻ്റെ അമ്മയല്ല. ശരിയാണ് നീയാണ് എന്നെ ആദ്യമായിട്ട് അമ്മയെന്ന് വിളിച്ചത്, ഞാനൊന്നും അറിയാതെ നിന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ചു, പക്ഷേ ഇനി എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല. ഇതൊക്കെ കേട്ട് തരിച്ചു നിൽക്കുകയാണ് നമ്മുടെ സാരയു. കാരണം സാരയുവിനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴത്തേക്കും ഷാരി പറയാണ് ആ താര എന്ന് പറയുന്ന അവരുടെ മോള് മാത്രമാണ് നീ അവരുടെ നിൻ്റെ രാഹുലിൻ്റെയും താരയുടെയും അവിഹിത ബന്ധത്തിലുണ്ടായ സന്തതിയാണ്. നീ ഒരിക്കലും എന്നെ അമ്മയെന്ന് വിളിക്കരുത്, എന്നും എനിക്ക് നിന്നോട് വെറുപ്പും അറപ്പും മാത്രമായിരിക്കും എന്ന് പറയാട്ടോ. ഇത് കേട്ട് ആകെ കൂടെ സാരയും സങ്കടപ്പെടുകയാണ്. കാരണം ഇത്രയും കാലം സ്വന്തം അമ്മയാണെന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം അമ്മയെ പോലെ കണ്ടിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമ്മ പറയുകയാണ് നീ എൻ്റെ ആരും അല്ല എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സാരയുവിന് സാധിക്കുന്നില്ല. എന്തായാലും ആ ദേഷ്യത്തിൽ ഷാരി നേരെ രാഹുലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് രാഹുലിനോട് ചോദിക്കുകയാണ് നിങ്ങളെന്നെ ചതിച്ച് നിങ്ങൾക്ക് മതിയായില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രാഹുൽ ചോദിക്കുക നീ ഇതെന്തൊക്കെയാണ് പറയുന്നത്, നിൻ്റെ തലക്ക് വല്ല ഭ്രാന്തായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഷാരി പറയുകയാണ് എനിക്കല്ല ഭ്രാന്ത്, നിങ്ങൾക്കാണ് ഭ്രാന്ത്. ഇത്രയും വർഷം നിങ്ങൾ എന്നെ ഒരു കോമാളിയെ പോലെ ചതിക്കുകയായിരുന്നു, എല്ലാ സത്യവും ഞാൻ മനസ്സിലാക്കി എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് രാഹുൽ ചോദിക്കുക നീ എന്താ പറയുന്നത് ഷാരി, എന്ത് സത്യം നീ മനസ്സിലാക്കി എന്നുള്ളതാണ്, നിങ്ങൾ സത്യം പറ, സരയു എൻ്റെ മകളാണോ അതോ താരയുടെ മകളാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും രാഹുലൊന്ന് പതറേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ് അല്ല നിന്നോട് അപ്പുറത്തുള്ളവരെ എന്തെങ്കിലും നുണ പറഞ്ഞതായിരിക്കും എന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഷാരി പറയുകയാണ് ഒരിക്കലും അവരെന്നോട് നുണ പറഞ്ഞതല്ല, ഞാൻ എല്ലാം അറിഞ്ഞു, ടെസ്റ്റ് റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട്, ഞങ്ങൾ അമ്മയും മകളും അല്ല. അപ്പോൾ ആരവളെന്ന് ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ അവിഹിത ബന്ധത്തിലുണ്ടായ മകളല്ലേ അവളെങ്ങനെ എൻ്റെ കുഞ്ഞാവുന്നതെന്ന് ചോദിക്കുക കേട്ടോ. ഇത് കേട്ടതും നമ്മുടെ രാഹുൽ പറയാണ് എടി നീ നൊന്ത് പ്രസവിച്ച നിൻ്റെ കുഞ്ഞിനെ നിനക്ക് മനസ്സിലാവുന്നില്ലേ ഷാരി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഷാരി പറയണേ ഞാൻ നൊന്ത് പ്രസവിച്ചെന്നോ, എങ്ങനെ നിങ്ങളുടെ അവിഹിത ബന്ധത്തിലുണ്ടായ മകളെ ഞാൻ നൊന്ത് പ്രസവിക്കുന്നത്, ഇനി മേലാൽ ഈ വർത്താനം പറയരുത് എന്ന് പറയാൻ കേട്ടോ. നിങ്ങളുടെ സഹോദരിയോടും അവരുടെ ഭർത്താവിനോടും അവരുടെ കുടുംബത്തോടും ഞാൻ കാണിച്ച ക്രൂരതകൾക്കെല്ലാം ദൈവം എനിക്ക് തന്നു, നിങ്ങളവരെ അകറ്റി. ഇപ്പോൾ എൻ്റെ ജീവിതം ഇതുപോലെ ആവാനായിട്ടുള്ള കാരണം ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഷാരി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ചെടിച്ചട്ടി എടുത്തിട്ട് രാഹുലിൻ്റെ തലക്കിട്ട് ഒറ്റ അടി വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ രാഹുൽ ബോധം കെട്ട് കുഴഞ്ഞു വീഴാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഷാരിയുടെ മനസ്സിലുള്ള ആ വൈരാഗ്യം മുഴുവൻ രാഹുലിനെ അടിച്ച് ഷാരി തീർക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് സ്വത്തല്ല, നിങ്ങൾക്കൊന്നും കിട്ടൂല, ഇതിൽ പരം ഒരു ചതി ലോകത്ത് ഒരു ഭാര്യയോടും ഒരു ഭർത്താവും കാണിച്ചിട്ടുണ്ടാവില്ല, അനുഭവിക്കടാ നീ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അടുത്ത സീനിലാണെങ്കിൽ സരയും ആണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്താ സംഭവിച്ചിരിക്കുന്നതെന്നുള്ള സത്യാവസ്ഥ സരയുവിനെ അറിയണം എന്ന് തന്നെ സരയു വിചാരിക്കുകയാണ്. മാത്രമല്ല ഇതെല്ലാം അമ്മയെ അറിയിച്ചത് കല്യാണി കിരണും ആയിരിക്കുള്ളൂ. അപ്പോൾ ഇനി കല്യാണി ജീവനോടുകൂടി ഇരിക്കേണ്ട എന്ന് സരയുവിന് തോന്നുകയാണ് കേട്ടോ. അങ്ങനെ പ്രകാശൻ്റെ അടുത്ത് ചെന്നിട്ട് സരയു
കല്യാണി ഇനി ജീവനോടുകൂടി ഇരിക്കാൻ പാടില്ല, അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യണം, എത്ര രൂപ വേണമെങ്കിലും നിങ്ങളുടെ ചിലവിനാവശ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് എത്തിച്ച് തരും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ സരയുവിൻ്റെ പ്രതികാരം ഒരു വഴിക്ക് ഇങ്ങനെ നടക്കുകയാണ്. അതേസമയം തന്നെ സരയു കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കുകയാണ് മനോഹർ തന്നെ ചതിക്കുകയായിരുന്നു, മനോഹറിന് ഒരുപാട് ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ടെന്നുള്ളൊരു സത്യവും സരയു തിരിച്ചറിയുകയാണ് കേട്ടോ. എന്തായാലും മനോഹറിന് കണക്കിന് കൊടുക്കുന്നുണ്ട് സരയു. അപ്പോൾ എന്തായാലും അടിപൊളി എപ്പിസോഡുകൾ തന്നെയാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. എന്തായാലും ഒരു കലാശക്കൊട്ട് തന്നെയാണ്. അപ്പം മറക്കാതെ കാണുക കേട്ടോ.